സുഹൃത്തുക്കളെ, പാലക്കാട് അതിൻ്റെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുന്നു. ശക്തമായ മത്സരം നടക്കുന്ന കേരള ചരിത്രത്തിൽ തന്നെ മറ്റൊരു മത്സരമായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. കോൺഗ്രസിന് അത് നിലനിർത്തിയേ പറ്റൂ. ഷാഫി പറമ്പിൽ പാലക്കാടിനോട് വിട പറയുമ്പോൾ പാലക്കാട് തങ്ങൾക്ക് തന്നെ, കോൺഗ്രസിന് തന്നെ തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട്, എന്ന ആത്മവിശ്വാസവും ഉറപ്പും നൽകിക്കൊണ്ടാണ് വടകരയിലേക്ക് പോയത്. തൊട്ടിപ്പുറത്ത് BJP സംസ്ഥാനത്തൊട്ടാകെ വലിയ ശക്തി തെളിയിച്ച ഒരു ഘട്ടം കൂടിയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അവിടെയാണ് പാലക്കാട് പോരാട്ടം BJPയും ഒപ്പം തന്നെ കോൺഗ്രസും തമ്മിലുള്ള അതിശക്തമായ പോരാട്ടം. CPM മൂന്നാം സ്ഥാനത്തേക്ക് ഫലത്തിൽ എത്തപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയായി പാലക്കാട് മാറുന്ന പോരാട്ടം. ആ പോരാട്ടത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം ഏതാണ്ട് 3000-ൽ പരം വോട്ടുകൾക്കാണ് ഈ ശ്രീധരനോട് ഷാഫി പറമ്പിൽ വിജയം കൈവരിച്ചത്. ഇത്തവണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കോൺഗ്രസിൻ്റെ നില അല്പം കൂടി മെച്ചപ്പെട്ടു. പാലക്കാട് ശ്രീകണ്ഠൻ ഏതാണ്ട് 9000-ഓളം ലീഡ് അവിടെ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെയാണ് BJP ഇത്രയും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് ആരെ ഇറക്കും എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. BJPയെ സംബന്ധിച്ച് പാലക്കാട് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലം തന്നെയാണ്. പ്രത്യേകിച്ച് നഗരത്തിലെ വോട്ടർമാർ BJPയോട് വല്ലാതെ ചേർന്ന് നിൽക്കുന്നു. പാലക്കാട് നഗരസഭ ഭരിക്കുന്നതും BJPയാണ്. പക്ഷേ ഗ്രാമപഞ്ചായത്തുകൾ, കണ്ണാടി അടക്കമുള്ള, പിരായിരി അടക്കമുള്ള പഞ്ചായത്തുകളിൽ വലിയ തോതിൽ BJP വോട്ടുകൾ ഇല്ല എന്നുള്ളതാണ് അവരെ എപ്പോഴും പ്രതിസന്ധിയിലാക്കുന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് കാര്യമായ സ്വാധീനമുള്ള ഒരു പഞ്ചായത്തുകളിൽ അവരുടെ വോട്ടുകൾ കൃത്യമായി കോൺഗ്രസിലേക്ക് തന്നെ വീഴുന്നു. നഗരത്തിൽ കൽപ്പാത്തി ഉൾപ്പെടെയുള്ള മേഖലകളിൽ അവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകൾ കൂടി പിടിക്കാൻ അവിടെ കോൺഗ്രസിന് കഴിയുന്നു എന്നുള്ളതാണ് എപ്പോഴും കോൺഗ്രസിൻ്റെ, ഷാഫി പറമ്പിലിൻ്റെ, ഈ ശ്രീധരൻ വന്നിട്ട് പോലും വിജയിക്കാൻ കഴിഞ്ഞ ഒരു രസതന്ത്രം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അവിടെയാണ് BJP അതിൻ്റെ കരുത്തു കാട്ടാനുള്ള വലിയ ശ്രമം നടത്തുന്നത്. ശോഭാ സുരേന്ദ്രനെ പാലക്കാടേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പലപ്പോഴും ഉപതെരഞ്ഞെടുപ്പുകൾ അത് ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് പലപ്പോഴും എത്താറില്ല. തൃക്കാക്കരയും പുതുപ്പള്ളിയിലുമൊക്കെ കണ്ടതാണ്. പക്ഷേ അവിടെയൊന്നും BJPക്ക് കാര്യമായ വേരുള്ള മണ്ഡലങ്ങളായിരുന്നില്ല. ഇതിപ്പോൾ BJP രണ്ടാം സ്ഥാനത്ത് എത്തുന്ന, കേവലം 3000 വോട്ടിന് മാത്രം പരാജയപ്പെട്ടിട്ടുള്ള പാലക്കാട് പോലെയൊരു നിയമസഭാ മണ്ഡലത്തിൽ വേണമെങ്കിൽ BJPക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് കൽപ്പാത്തി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഷാഫി പറമ്പിലിനോടുള്ള അടുപ്പം ഇനി വരുന്ന സ്ഥാനാർത്ഥിയോട് ഉണ്ടാകുമോ എന്ന സംശയം ബാക്കിയാണ്. കാരണം ഷാഫിയോട് വ്യക്തിപരമായി പലപ്പോഴും ഉള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഷാഫി വന്ന് പ്രചരണം നടത്തിയാലും തൊട്ടടുത്ത സ്ഥാനാർത്ഥിയോട് കാണിക്കണമെന്നില്ല. കാരണം അവർ ഷാഫി ഉള്ളതുകൊണ്ടാണ് BJPയെ മറന്നുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി ഫലത്തിൽ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പല BJP മേഖലകളിലടക്കം ഈ കൽപ്പാത്തി ഉൾപ്പെടെയുള്ള പലയിടത്തും അത് കാണാറുള്ളതുമാണ്. അവിടെയാണ് ശോഭാ സുരേന്ദ്രനെ ഇറക്കിക്കൊണ്ട് ആ മണ്ഡലം പിടിക്കാനുള്ള ശ്രമം നടക്കുന്നത്. രണ്ടാമത്തെ മറ്റൊരു പേര് സന്ദീപ് വാര്യരുടേതാണ്. സന്ദീപ് വാര്യരുടെ പേരും സജീവമായി തന്നെ BJP നേതൃത്വത്തിൻ്റെ പക്കലുണ്ട്. പക്ഷേ സന്ദീപ് വാര്യർ പാലക്കാട് നഗരം കേന്ദ്രീകരിച്ച് അങ്ങനെ കാര്യമായൊരു പ്രവർത്തനം തുടങ്ങി എന്നുള്ള വിവരം ഇനിയുമില്ല. അതേസമയം തന്നെ ശോഭാ സുരേന്ദ്രനും ഒരു പൂർണ്ണമായും ഒരു യെസ് മൂളാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. BJP സംസ്ഥാന നേതൃത്വം ശോഭയുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ആദ്യഘട്ടത്തിൽ ശോഭ അതിനോട് ഒരു യെസ് പറയാൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് പ്രധാന കാരണം ശോഭ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത തീരുമാനം താൻ ആലപ്പുഴയിൽ തുടരും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആലപ്പുഴയിൽ പല പരിപാടികളിലും പങ്കെടുത്തുകൊണ്ട്, തീരമേഖലയിൽ അടക്കം എത്തിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ തൻ്റെ പ്രവർത്തനം ആലപ്പുഴയിൽ തന്നെ കേന്ദ്രീകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ആലപ്പുഴയിൽ ഒരു ജനസേവന കേന്ദ്രം തന്നെ തുടങ്ങും എന്നുള്ളതായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ പ്രഖ്യാപനം. അങ്ങനെ ജനങ്ങൾക്കൊപ്പം നിൽക്കും, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടും എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. CPM വോട്ടുകൾ കാര്യമായി പിടിച്ചുകൊണ്ട്, അവരെ ഞെട്ടിച്ചുകൊണ്ട് CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം വളരെ ശക്തമായി, ഇപ്പോൾ അമ്പലപ്പുഴ പോലും 3-ാം സ്ഥാനത്തേക്ക് പോകുമ്പോഴും വളരെ ചുരുങ്ങിയ വോട്ടുകൾക്കാണ് പിന്നോട്ട് പോയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അവിടെ ശോഭ പലപ്പോഴും പല മണ്ഡലങ്ങളിലും പോയി ഒരു ഗസ്റ്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അവിടെ വലിയ
പ്രവർത്തനം ഒന്നും കാഴ്ചവെക്കാതെ തന്നെ വോട്ടുകളിൽ വല്ലാതെ മുന്നോട്ട് പോകുന്നു. ഓരോ തെരഞ്ഞെടുപ്പിലും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് സംഭവിക്കുന്നതാണ്. തൊട്ടു മുമ്പ് ആറ്റിങ്ങിലും അതിനുശേഷം കഴക്കൂട്ടത്തും ഒക്കെ എത്തുമ്പോൾ ശോഭ അവിടെ ഒരു മുൻ പ്രവർത്തനം നടത്തിയിട്ടല്ല അവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ ഒരു കാര്യം വിലയിരുത്തുന്നത് ഏതെങ്കിലും ഒരു മണ്ഡലം കേന്ദ്രീകരിച്ചുകൂടി പ്രവർത്തിച്ചാൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. വി മുരളീധരൻ അതിനൊരു മോഡലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. വി മുരളീധരൻ കഴക്കൂട്ടത്തും ആറ്റിങ്ങലും ഒക്കെ ചെയ്തതിൻ്റെ ഫലമാണ് ആ മണ്ഡലത്തിൽ കണ്ടത്. ഇപ്പോഴും വി മുരളീധരൻ ആ മണ്ഡലങ്ങളിൽ തന്നെ തുടരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. രാജീവ് ചന്ദ്രശേഖർ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിലും അവിടെ ഒരു ഇമ്പാക്റ്റ് തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ സാധിച്ചു. അത് ജനങ്ങൾക്കിടയിൽ ചർച്ചയായി വലിയ രീതിയിലുള്ള പ്രചരണ കോലാഹലങ്ങൾ നടത്താനും രാജീവിന് കഴിഞ്ഞു. രാജീവിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു ജനങ്ങൾക്ക് എന്നുള്ളതാണ്. അതേ മോഡലിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിക്കുക എന്ന തന്ത്രമാണ് ശോഭയെ സംബന്ധിച്ചുള്ളത് എന്നാണ് തെരഞ്ഞെടുപ്പിന് ശേഷം അവർ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ പാലക്കാടേക്ക് ശോഭ എത്തുമോ എന്ന സംശയം ഇനിയും ബാക്കിയാണ്. ശോഭ ഇതുവരെയും എസ് പറഞ്ഞിട്ടില്ല. അങ്ങനെ വന്നാൽ സന്ദീപ് വാര്യർ തന്നെ എത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ച് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ്. അവിടെ വല്ലാതെ പിന്നോട്ട് പോയാൽ, ഇനി തോറ്റാൽ തന്നെയും വല്ലാതെ പിന്നോട്ട് പോയാൽ അതൊരു തിരിച്ചടിക്ക് ഫലത്തിൽ, അതായത് സംസ്ഥാനത്തൊട്ടാകെ ഇപ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് നിലനിൽക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യമായി വലിയ രീതിയിൽ തന്നെ തുടങ്ങി വെക്കുന്നത് ബി ജെ പി ആണ്. ജെ പി നഡ്ഡ തന്നെ എത്തി സംസ്ഥാനത്തെ പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തകരുടെ യോഗം തിരുവനന്തപുരത്ത് ചേരുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. അതിന് പിന്നാലെ അവർ താഴെത്തട്ടിലുള്ള പ്രചരണങ്ങളിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഇപ്പം മറ്റേതെങ്കിലും പുതുപ്പള്ളിയോ അല്ലെങ്കിൽ അതേപോലുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിലാണ് ബി ജെ പി വല്ലാതെ പിന്നിൽ പോകുന്നതെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ പാലക്കാട് അവരുടെ അഭിമാന സ്ഥലമാണ്. ഒരു കാര്യം കൂടിയുള്ളത്, സി കൃഷ്ണകുമാർ എന്ന പാലക്കാട്ടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പാലക്കാട് ജനകീയനായ ആളാണ്. പക്ഷേ അദ്ദേഹവും ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല. കാരണം കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മലമ്പുഴയിലാണ് മത്സരിച്ചത്. ഇനിയും മലമ്പുഴയിൽ തന്നെ തുടരാം, മലമ്പുഴയാണ് തൻ്റെ മണ്ഡലം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹവും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും ശോഭ വരില്ല എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒക്കെ ഇനിയും കുറേ കാലം ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കിട്ടുന്ന ഒരു സമയം എന്നുള്ള നിലയ്ക്ക്, കാരണം പരമാവധി വോട്ടുകൾ പിടിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ശോഭയെ തന്നെ ഇറക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതിന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ അടക്കം ഒരു പക്ഷേ ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയും എന്തായാലും നിലനിൽക്കുകയാണ്. എന്തായാലും ശോഭ വന്നാൽ ഒരു കാര്യം, ബി ജെ പിക്ക് സേഫാണ്. ബി ജെ പി വല്ലാതെ പിന്നോട്ട് പോകില്ല. ഒരു പക്ഷേ വിജയിച്ചാൽ പോലും അത്ഭുതം പെടാനും വഴിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഈ കാര്യത്തിലുള്ളത് എന്നത് കമൻറ്റുകളായി രേഖപ്പെടുത്തണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്തില്ലെങ്കിൽ എനേബിൾ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ വീണ്ടും കാണാം. നന്ദി.